കുഞ്ഞുമക്കളെ, പുതിയൊരു കഥ കേട്ടാലോ? നമുക്ക് സൂത്രക്കാരനായ കുറുക്കന്റെ കഥ കേൾക്കാമേ. നമ്മുടെ ഈ കുറുക്കൻ കാട്ടിക്കൂടെ ചാടി 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 ഇങ്ങനെ വരുമായിരുന്നു. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയാമോ? ടപേ! ഒരു പൊട്ടക്കിണറ്റിലോട്ട് ഇവൻ വീണു. അയ്യോ, ഇവന് ഭയങ്കര പേടിയായി, വെപ്രാളമായി. ഇനി എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഇവൻ അവിടെ കിടന്ന് രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ഒരുപാട് നേരം നിലവിളിച്ചേ. കുറെ ആൾക്കാർ വന്ന് ഇവനെ നോക്കിയിട്ട് നീ അവിടെ കിടന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പൊ ഇവന് ചിന്തിച്ചു, ഇനിയും രക്ഷിക്കണേ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അലച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വേറൊരു ബുദ്ധി പ്രയോഗിക്കാവുന്നു. അങ്ങനെ ഇവൻ ഇതിനകത്ത് കിടക്കുക. പെട്ടെന്ന് ആരോ നടന്നു വരുന്നൊരു ശബ്ദം ഈ കുറുക്കൻ കേട്ടോ. ഈ കുറുക്കൻ എന്ത് ചെയ്തെന്നറിയാ? ഉറക്കി ഒരു പാട്ട് പാടി ആ പൊട്ടക്കിണറ്റിൽ കിടന്നോണ്ട്. അപ്പം ഇതൊരു ആരാ നടന്നു വന്നേന്നറിയോ? ഒരാടാണേ. ആ ആട് ഈ പാട്ട് കേട്ടിട്ട് ഈ പൊട്ടക്കിണറ്റിലോട്ട് ഇങ്ങനെ എത്തി നോക്കി. എന്നിട്ട് കുറുക്കനോട് ചോദിച്ചു, എടാ കുറുക്ക, നീ എന്താ ഇതിനകത്ത് കിടന്ന് പാട്ട് പാടുന്നേ? അപ്പൊ കുറുക്കൻ പറഞ്ഞു, ആടേ, നീയൊന്നും അറിഞ്ഞില്ലേ? അപ്പൊ ആട് പറഞ്ഞു, ഇല്ല, ഞാനൊന്നും അറിഞ്ഞില്ല. എടാ, വലിയ വരൾച്ച വരാൻ പോവാ. വരൾച്ചയെന്ന് വെച്ചാ എന്താ മക്കളെ? ഭയങ്കര ചൂടൊക്കെ വന്ന് വെള്ളമൊക്കെ വറ്റി എല്ലാം ഉണങ്ങി പോകുന്ന ഒരവസ്ഥ. അങ്ങനെ വരൾച്ച വരുമ്പം ഞാൻ ആദ്യമേ ഈ പൊട്ടക്കിണറ്റി വന്ന് സ്ഥാനം പിടിച്ചതാ കേട്ടോ. അപ്പൊ ആട് പറഞ്ഞു, ആണോ? എടാ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എന്നാ പിന്നെ ഞാനിവിടെ വന്നോട്ടെ. അപ്പൊ കുറുക്കൻ പറഞ്ഞു, എടാ വാ, പെട്ടെന്ന് വാ, വേറെ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നിനക്ക് പിന്നെ സ്ഥലം കിട്ടത്തില്ല കേട്ടോ. ശരി, എന്ന് ഞാനിവിടെ വരാം എന്നും പറഞ്ഞ് ഈ ആട് ഈ പൊട്ടക്കിണറ്റിലോട്ട് ഒറ്റച്ചാട്ടം. എന്ത് സംഭവിച്ചെന്ന് അറിയാവോ മക്കളെ? ഈ കുറുക്കൻ എന്ത് ചെയ്തെന്നറിയാവോ? ഈ ആടിന്റെ പുറത്ത് ചവിട്ടി, അവന്റെ കൊമ്പെ ചവിട്ടി ഒരൊറ്റച്ചാട്ടം വെളിയിലോട്ട്. കുറുക്കൻ രക്ഷപ്പെട്ടു. മണ്ടനായ ആട് ഇതെല്ലാം കണ്ടിങ്ങനെ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരുന്നിട്ട് കുറുക്കനോട് ചോദിച്ചു, എടാ, നീ എന്തിനാടാ പുറത്ത് ചാടിയേ? അപ്പൊ കുറുക്കൻ പറഞ്ഞു, എടാ മണ്ടനാടേ, ഇവിടെ വരൾച്ചയൊന്നും വരാൻ പോകുന്നില്ല. ഞാനേ ഇതിനകത്ത് കാല് തെറ്റി വീണതാ. എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു സൂത്രം പ്രയോഗിച്ചതാ. അയ്യോ, നമ്മുടെ ആടിന് ഭയങ്കര സങ്കടമായി. അവന് പറ്റിയ മണ്ടത്തരം ഓർത്ത് അവന് വിഷമമായി. ഇനി എങ്ങനെ രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് കരഞ്ഞോണ്ട് അവൻ അവിടെ കിടന്നു. ഇതിന് എന്താ മക്കളെ ഗുണപാഠം പഠിക്കുന്നേ? മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്നത് കേട്ട് എടുത്ത് ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തു പറ്റും? എന്തേലും മണ്ടത്തരത്തിൽ പോയി നമ്മൾ ചാടും അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും നല്ലോണം ചിന്തിച്ച് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഈ ആട് പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന പോലെ നമ്മളും ഏതെങ്കിലും മണ്ടത്തരത്തിൽ ചെന്ന് പെടും. കഥ ഇഷ്ടായോ? അങ്ങനെങ്കിൽ പുതിയ കഥയുമായിട്ട് ഉടനെ വരാമേ. ശരി.